പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു സ്റ്റോറിയോട് തുടങ്ങാം. ഇരുട്ടത്തെടുത്ത ഒരു വീഡിയോ ആണ് ഇത്. ഫോണിൻ്റെ വട്ടം മാത്രമേ ഉള്ളൂ, എങ്കിലും എക്സ്പ്ലോറിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പോലും പറയുന്ന ലാക്ക് വളകളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് മരങ്ങളിൽ രാജസ്ഥാനിൽ കാണുന്ന ഒരു ടൈപ്പ് മരങ്ങളിൽ ഉള്ള ഒരു ഇൻസെക്റ്റ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്രവം, നമ്മുടെ തേനീച്ചയും തേനും എന്ന് പറയുന്ന പോലെ തന്നെ അത് ഒരു വാക്സ് ഫോമിലാണ് കിട്ടുന്നത് കേട്ടോ. അത് പ്രോസസ്സ് ചെയ്തെടുത്തിട്ട്, ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് മെഷീൻ ഒന്നുമല്ല, അത് ചൂടാവുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റാവും. അപ്പോൾ അതിനെ പല കളറും ഒക്കെ കൊടുത്ത് ഇവർ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്താണ് ഈ വളയുടെ നിർമ്മാണം. चूड़ी है ये वाला? अच्छा ये वाला, हाँ 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 हाँ. ഇതെല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ജോഡിയായിട്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത്, രണ്ടെണ്ണമായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാ നോക്കിയേ, തടിയുടെ ആ പെൻസിൽ പോലിരിക്കുന്ന തടിയുടെ ഒരു ഇതാണ്. അത് ചൂടാക്കുക ആദ്യം, എന്നിട്ടാണ് ആ വാക്സ് പോലിരിക്കുന്നത് അത് ഇതിങ്ങനെ ഒരു സ്റ്റിക്കിൽ ഫിക്സ് ചെയ്തിട്ട് അത് അവരെ ചൂടാക്കി. ഇത് ശരിക്കും വാക്സ് പോലെ തന്നെ, അത് പെട്ടെന്ന് അത് മെൽറ്റായി അതിലോട്ട് വീഴും. ये अलग अलग कलर के लिए ഓരോ സ്റ്റിക്കിൽ ഓരോ കളർ ഇങ്ങനെ വാക്സ് പോലെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ പറഞ്ഞാൽ എത്ര കളർ വേണമെങ്കിലും നമുക്ക് പറയാം. ഞാനിപ്പോൾ 2 കളറാണ് പറഞ്ഞപ്പം അതനുസരിച്ച് അവർ അത് ഇങ്ങനെ ചൂടാക്കി അതിങ്ങനെ അതിലാക്കുക. തേൻ ഉണ്ടാക്കുവാണ് അത് കേട്ടോ. പെട്ടെന്ന് തീ പിടിക്കുകയും അതുപോലെ തന്നെ ഇതിങ്ങനെ ഏത് ഷേപ്പിൽ നമുക്കിതിനെ മോൾഡ് ചെയ്തെടുക്കാനും പറ്റുന്നതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ അരക്കില്ലം ഈ ഒരു ലാക്ക് വെച്ചിട്ടാണ് നിർമ്മിച്ചിരുന്നത്. നല്ല രസം. അത് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ടോ, കളറ് അവർ മിക്സ് ചെയ്തത് രസമില്ലായിരുന്നു കാണാൻ. ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ചെയ്ത് അതിലോട്ട് പുരട്ടിയതേ ഉള്ളൂ. ഇതാ നോക്കി എന്ത് ഭംഗിയായിട്ട് അതാ ഒരു ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ, എന്ത് രസമാണ്. ഭയങ്കര അല്ലെങ്കിൽ ഇവരുടെ ടാലൻ്റ് എന്ന് പറയുന്നത് കൈകൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യമാണേലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കൈയുടെ അളവ് കൊടുത്തു. ഇനി ഈ വളയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ശിവപുരാണത്തിൽ പോലും ഈ വളയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് പറയുന്നത് ശിവൻ്റെയും പാർവതിയുടെയും കല്യാണ സമയത്ത് മഹാദേവൻ ഇങ്ങനെ പ്രത്യേകം ആൾക്കാരെ കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ ഈ വാക്സ് വെച്ചിട്ട് വള നിർമ്മിച്ച് കല്യാണ സമയത്ത് പാർവതീദേവിക്ക് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഭയങ്കര ഐശ്വര്യമാരിയുടെ ആൾക്കാർ 2 കൈയിലും ഇതിലെ വള ഇങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ 2 വള ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രോസസ്സ് ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. ഇതിപ്പോൾ താജ് റിസോർട്ടിലാണ്. ഇത് റിസോർട്ട് ഓപ്പണിംഗ് ആയതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അത് ലൈറ്റിംഗ് ഒന്നും അറേഞ്ച്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് അത് ഫങ്ഷൻ ആയില്ലായിരുന്നു. ഗസ്റ്റൊക്കെ വളരെ കുറവായിരുന്നു. ഇത് കൂടുതലും ഫോറിനേഴ്സ് ആയി ചെയ്യുന്നത്. ഇത് രാത്രി ടൈമിൽ അവരൊരു 2 hours ഡിന്നറിന് ജസ്റ്റ് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ വേണ്ടവർക്ക് ചെന്ന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്കുള്ള വെട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയ്ക്കുള്ള വെട്ടം അവിടെ ഇല്ല, അതിനുള്ള അതില്ല. അതാ ഞാൻ ആദ്യമേ നിങ്ങളോടൊരു സോറി പറഞ്ഞു. പക്ഷേ ഇത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് റിങ് പോലാക്കുന്നുണ്ടോ, സർക്കിളാക്കുന്നതേ ഒരു നമ്മുടേതാ ഇൻട്രസ്റ്റിംഗ്. എല്ലാം കൂടെ ഒരു 5 minutes എടുത്തതേ ഉള്ളേ. വള റെഡി. അന്നത്തെ ആ 2 വള എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് അയ്യോ അത് ബാംഗ്ലൂരിലിരിക്കുക. ഞാൻ എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ നിന്നുള്ള വീഡിയോയിൽ നിങ്ങളെ ആ വള കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. വരുന്ന ഫോറിനേഴ്സൊക്കെ ശരിക്കും ഇത് വാങ്ങിക്കൊണ്ട് അവരെന്തുമാത്രം, ഇപ്പം നമ്മൾ ജയ്പൂരിലൊക്കെ ചെന്ന് നിൽക്കുമ്പം കാണാം അവരെന്തുമാത്രം ഇത് വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതെന്നറിയാമോ? ഓ അതും ഇതും അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. എന്ത് രസം കാണാൻ. ഇനി നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയെന്ന് വേണ്ട, ഓടിപ്പോയിക്കോ, ആമസോണിൽ പോയി ഇപ്പം തന്നെ ഓർഡർ ചെയ്തു. ഒരു ഇത്തിരി പ്രൈസ് കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. നാം ക്യാ ഹൈ ഭയ്യ ആപ്കാ? ശ്യാം. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു മൺപാത്ര നിർമ്മാണം. ഇതെങ്ങനെ ഇരിക്കും, ഇത് കറങ്ങുന്ന കാണുമ്പോൾ എൻ്റെ വിചാരം ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് നോക്കി. അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കലം വേണോ ബൗള് വേണോ എന്ന് ചോദിച്ചു. കലം വേണ്ട, എന്തായാലും ബൗള് മതി എന്ന് ഞാൻ പറഞ്ഞു. ബൗൾ ഉണ്ടാക്കുവാന്നേ. ബസ് കർണ ഹൈ.
എൻ്റെ വിചാരം ഇതിങ്ങനെ കറങ്ങുമ്പോൾ എളുപ്പമാണ്, കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഷേപ്പ് വരുന്നു. അയ്യോ, വെറുതെ ഉണ്ടാക്കാൻ സഹായിച്ച ആ മനുഷ്യന് ക്ഷമയ്ക്ക് വല്ല അവാർഡും കൊടുക്കണം. നമ്മളത് അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അവർ അത് നമ്മൾ എന്താ പ്രഷറൊന്നും അങ്ങനെ അധികം കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളെങ്ങോട്ട് പിടിക്കുമോ ആ സൈഡിലോട്ട് പലരും ചെയ്തിട്ടുള്ളതാവും. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതങ്ങ് ചരിഞ്ഞു പോകും കേട്ടോ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും എന്തൊരു ഈസിയാണ്. ഇതവർ മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ കറക്കുന്നത് കേട്ടോ. എന്തൊരു സ്പീഡാണെന്നറിയാം. നല്ല ബ്ലേഡ് പോലെ നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ വേദനിക്കും കേട്ടോ. പക്ഷേ നെയിൽസ് ഉണ്ടെങ്കിലും ഇതുണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ അത് ഏത് മോൾഡിൽ വരണം എന്നുള്ളത്. नीचे से ये वाला हाथ ऐसे. ഫൈനലി അങ്ങനെ ഒരു ബൗൾ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെനിക്കത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കും. ഇതുവരെ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തില്ല കേട്ടോ. फिंगर से हल्का सा दोनों फिंगर या एक ही फिंगर से दोनों से हो गया इससे कट ये. अच्छा ये धागा से इसको कट करो. यस. अच्छा नीचे आपकी तरफ सीधा सीधा. खींचो. ये थोड़ा टेढ़ा नीचे छूटेगा, कोई ना हो जाएगा. ऐसे उठाओ. आराम से उठा दूं. हाँ हाथ तो आप ये कब सेट होगा. अभी थोड़ा ड्राई होने दो इसको. അതിങ്ങനെ കയ്യിലോട്ടെടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അല്ല കൊച്ചു കുട്ടികളുടെ പോലെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.